അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ഉന്നത അമേരിക്കൻ നേതാക്കളെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ പൗരൻ അറസ്റ്റിൽ. ഇറാൻ, സിറിയ, ഇറാഖ് എന്നിവിടങ്ങളിൽ നിരന്തരം യാത്ര ചെയ്തിരുന്നയാളാണ് അറസ്റ്റിലായത്. ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ ഗൂഢാലോചന നടത്തുന്നുവെന്ന രഹസ്യ റിപ്പോർട്ടിന് പിന്നാലെയാണ് അറസ്റ്റ്. ആസിഫ് മെർച്ചന്റ് എന്നയാളാണ് അറസ്റ്റിലായത്. അമേരിക്ക വിടാൻ ഒരുങ്ങുമ്പോഴായിരുന്നു അറസ്റ്റ്. കേസിന്റെ കുറ്റപത്രം US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ന്യൂയോർക്ക് കോടതിയിൽ സമർപ്പിച്ചു. ഇയാൾ ഉന്നത നേതാക്കളെ വധിക്കാനായി $5000 ന്യൂയോർക്കിൽ വാടക കൊലയാളിയെ ഏർപ്പാടാക്കിയെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. ഇയാൾക്ക് ഇറാൻ സർക്കാരുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇറാനിൽ കുറച്ചുകാലം താമസിച്ചതിന് പിന്നാലെ പാകിസ്ഥാനിലേക്ക് ആസിഫ് മടങ്ങിയിരുന്നുവെന്നും തുടർന്നാണ് ന്യൂയോർക്കിൽ എത്തിയതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. കൊലപാതകത്തിനായി സഹായം ആവശ്യപ്പെട്ടാണ് ഇയാൾ ഇറാനിലെത്തിയതെന്നാണ് റിപ്പോർട്ട്. ഒരു രാഷ്ട്രീയ നേതാവിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളാണ് അവിടെ നടത്തിയത്. പേരെടുത്ത് പറയുന്നില്ലെങ്കിലും ട്രംപിലേക്കാണ് ഗൂഢാലോചന വിരൽ ചൂണ്ടുന്നതെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ ഗൂഢാലോചന നടത്തുന്നുവെന്ന രഹസ്യ റിപ്പോർട്ടിന് പിന്നാലെ ട്രംപിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നു. അടുത്തിടെ നടന്ന റാലിയിൽ ട്രംപിനെതിരെ വെടിവെപ്പുണ്ടായിരുന്നു. ട്രംപിനെ ഉൾപ്പെടെ US-ലെ ഉന്നത ഉദ്യോഗസ്ഥരെ വധിക്കാൻ ലക്ഷ്യമിട്ടെന്നാണ് FBI-യിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നത്. ഓഗസ്റ്റ് അവസാനമോ സെപ്റ്റംബർ ആദ്യമോ കൊലപാതകം നടത്താനായിരുന്നു പദ്ധതിയെന്നാണ് കരുതുന്നത്. നിലവിൽ ആസിഫ് ന്യൂയോർക്കിലെ ഫെഡറൽ കസ്റ്റഡിയിലാണ് ഉള്ളത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കാന ന്യൂസ്.